കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി അല്പസമയം നമുക്ക് ചെലവഴിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിനോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. സമയം കിട്ടുന്ന സമയത്ത് വീഡിയോ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുൻപ് സ്ഥാപനത്തെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം 5 സെക്കൻഡ്. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. ഫോണിലൂടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സുമായി ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് സാധിക്കും. ഐ തിങ്ക്, ഐ തോട്ട്, ഐ വിൽ തിങ്ക്, ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ ചോദിച്ച ചോദ്യം ഐ തോട്ട് വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു തരാം. നമ്മളിത് വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ കരുതുന്നു എന്നാണ് അർത്ഥം. ഐ തിങ്ക്, ഞാൻ കരുതുന്നു. ഇപ്പം നമുക്കിതിൽ ആഡ് ചെയ്യാം. ഈ ഐ തിങ്കിന് ശേഷം എന്തും ആഡ് ചെയ്യാം. ഐ തിങ്ക് ഷീസ് ഡാൻസിങ് നൗ. അവളിപ്പോൾ ഡാൻസ് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നായി അർത്ഥം മാറും. ഇതിന് ഐ തിങ്കിന് ശേഷം ഐ തിങ്ക് ഷീ വിൽ കം ടുമാറോ. നാളെ അവൾ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ചിന്തയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഐ തിങ്കിന് ശേഷം നമുക്ക് ഏത് ഫോമിലേക്കും പോവാം, പ്രോബ്ലം ഇല്ല. പാസ്റ്റിലേക്കും പോവാം. ഐ തിങ്ക് ഷീ പ്ലേഡ് യെസ്റ്റർഡേ. അവൾ ഇന്നലെ കളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ പാസ്റ്റിലേക്ക് പോവാം, ഫ്യൂച്ചറിലേക്ക് പോവാം, പ്രസൻറ്റ് പോവാം, ഒരു പ്രോബ്ലം ഇല്ല. ഏത് ഫോമിലേക്കും പോകാൻ പറ്റും. പക്ഷേ ഐ തോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഐ തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിരുന്നു എന്നാണ് അർത്ഥം. ഇപ്പം അങ്ങനെയല്ല ചിന്ത വേറെയാണ്. അപ്പം ഞാൻ ചിന്തിച്ചിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് പാസ്റ്റ് ഫോമാണ്. അപ്പോൾ പാസ്റ്റ് മാത്രമേ പറയാൻ പാടുള്ളൂ. ഓക്കെ, ഐ തോട്ട് ഷി വാസ് ടയർഡ് യെസ്റ്റർഡേ. അവൾ ഇന്നലെ ടയർഡ് ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഐ തോട്ട്, അവിടെ തോട്ട് എന്ന് പറയുമ്പോൾ പാസ്റ്റാണ്. അപ്പോൾ ഈ പാസ്റ്റ് ഈ ഫോമിൻ്റെ കൂടെ നമ്മൾ പ്രസൻറ്റ് ഫോം വരില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഐ വിൽ തിങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിക്കും എന്നാണ് അർത്ഥം. ഐ വിൽ തിങ്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഞാൻ ചിന്തിക്കും. ഇപ്പം അങ്ങനെ ചിന്തയുണ്ടോ? ഇല്ല. ചിന്തിച്ചിരുന്നോ? അതൊന്നും അല്ല പറയുന്നത്. അങ്ങനെ ചിന്തിക്കും. ഇത് ക്ലിയർ ഫ്യൂച്ചർ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഈ തിങ്കിന് മാറ്റിയിട്ട് നമ്മൾ ലവ് എന്ന ഒരു വെർബ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഐ ലവ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു. ഐ ലവ്. ഓക്കെ, ഞാനത് എഴുതാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. തിങ്ക് എന്ന വെർബിന് പകരം ഞാനിവിടെ ലവ് എന്ന വെർബ് ഉപയോഗിക്കുകയാണ്, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതിവിടെ ഐ ലവ്ഡ് യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. ഞാൻ സ്നേഹിച്ചിരുന്നു. അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് സെൻറ്റൻസുകളും കാണുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഐ ലവ്ഡ് മൈ ഹസ്ബൻഡ് വെൻ വി ഗോട്ട് മാരീഡ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിച്ചിരുന്നു. ഐ ലവ്ഡ് മൈ ഹസ്ബൻഡ് വെൻ വി ഗോട്ട് മാരീഡ്. ഞങ്ങൾ വിവാഹം കഴിച്ച സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിച്ചിരുന്നു. ഐ സ്റ്റിൽ ലവ് ഹിം. ഇപ്പോഴും ഞാൻ ആളെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഐ ലവ്ഡ് മൈ ഹസ്ബൻഡ് വെൻ വി ഗോട്ട് മാരീഡ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിച്ചിരുന്നു ഞങ്ങൾ വിവാഹം കഴിച്ച സമയത്ത്. ബട്ട് ഐ ഡോണ്ട് ലവ് ഹിം നൗ. ഇപ്പം ഞാൻ ആളെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിലും ഐ ലവ്ഡ് മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആളെ സ്നേഹിച്ചിരുന്നു എന്നാണ് ഇവിടെയും അർത്ഥം, ഇവിടെയും അർത്ഥം. പക്ഷേ ഈ ഫുൾ സെൻറ്റൻസ് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സ്നേഹം ഇപ്പോഴും ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മളൊരു സെൻറ്റൻസ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ സ്നേഹം ഇപ്പോഴില്ല എന്ന് പറയാനും നമ്മളൊരു സെൻറ്റൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഐ ലവ്ഡ് മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിച്ചിരുന്നു എന്നാണ് അർത്ഥം. ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് അടുത്ത സെൻറ്റൻസ് വായിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ്ഡ് യു, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പറയുന്നില്ല. ഐ വിൽ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കും എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ടെൻസുകളുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ടെൻസുകളൊക്കെ കൃത്യമായി നമ്മളിതുപോലെ ചേഞ്ച് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഭാഷയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ബുക്സൊക്കെ വെച്ച് കൃത്യമായി ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൗട്ടിലേക്ക് വരാണ്. ഐ
തോട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളവിടെ പ്രസൻറ്റ് ഫോം ഉപയോഗിക്കരുത്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഐ തോട്ട് അത് പാസ്റ്റ് ഫോമാണ് പിന്നെ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഐ തോട്ട് എന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് നമ്മളത് ആഡ് ചെയ്യേണ്ട രീതി. ഐ തോട്ട് ഷി വാസ് ടയേർഡ്. അവൾ ടയേർഡ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ തോട്ട് ഷി വാസ് എ ടീച്ചർ. അവൾ ടീച്ചർ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ തോട്ട് ഷി പ്ലേഡ്. അവൾ കളിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എല്ലാം നമ്മൾ പാസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരണം. ഐ തോട്ട് ഇവിടെ നമുക്ക് ഈസ് വരാൻ പറ്റില്ല, വിൽ വരാൻ പറ്റില്ല, ഇവിടെ ഈസാമാർ വരാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഇതെല്ലാം ചേഞ്ച് ചെയ്യണം. ഒക്കെ പാസ്റ്റ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇനി നമ്മൾ നോക്കുന്നത് ഐ തോട്ട് എന്ന വാക്കിൽ തോട്ടിന് ശേഷം ഹി വിൽ ആണോ ഹി വുഡ് ആണോ ശരിയായ രീതി എന്നാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ വുഡ് എന്തിനു ഉപയോഗിക്കണം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുൻപ് നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് ഓൾറെഡി വാച്ച് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. IELTS പോലുള്ള ഇൻ്റർനാഷണൽ എക്സാംസ് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ നമുക്ക് നിർബന്ധമായും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം ഡിഡ്, ഹാവ്, വുഡ്, കുഡ് ഇങ്ങനെയുള്ള ഓക്സിലറി വെർബ്സും മോഡൽ ഓക്സിലറി വെർബ്സും കുറേ വീഡിയോസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കൺഫ്യൂഷൻസ് ആവും, എവിടെ ഉപയോഗിക്കണമെന്നൊക്കെ. അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ വേണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഓർഡറിലുള്ളൊരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പോൾ പല സ്റ്റുഡൻസും പല റേഞ്ചിലുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്കിത് കൃത്യം ഓർഡറിൽ കുറച്ച് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 ബുക്സ് ഞങ്ങളിൽ നിന്ന് വാങ്ങുക. അതിനാകെ നിങ്ങൾക്ക് ചിലവ് വരിക 550 രൂപ മാത്രമാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു ബുക്കും ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബുക്കും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. 550 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ടത് 82815556 എന്ന നമ്പറിലേക്കാണ്. നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത്, ഉടനടി വിളിക്കൂ. നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്കറിയാം സ്ഥാപനത്തെ കുറിച്ചുള്ള കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് ബോറിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്യണം. അത് മുഴുവൻ നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞവരൊക്കെ സ്കിപ്പ് ചെയ്ത് വിടാം. ഇനി നമുക്കത് A-B കോൺവെർസേഷൻ എന്ന രീതിയിൽ നമ്മളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയുകയാണ്. ആ ഡൗട്ട് ക്ലിയർ ആക്കാണ്. A-Bയോട് ചോദിക്കുകയാണ്, ഈസ് ഹി കമ്മിങ് ഹിയർ ടുമാറോ? അപ്പോൾ ഇവിടെ നമുക്കൊരു ടോം എന്നുള്ള വാക്ക് വയ്ക്കാം. ഓക്കെ, ഇസ് ടോം കമ്മിങ് ഹിയർ ടുമാറോ? ടോം നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അപ്പോൾ ചോദിക്കുകയാണ്, ഇസ് ടോം കമ്മിങ് ഹിയർ ടുമാറോ? നാളെ ടോം ഇങ്ങോട്ട് വരുന്നുണ്ടോ? അപ്പോൾ B ആൻസർ പറയാണ്, നോ, ഹീ ഈസ് നോട്ട് കമ്മിങ് ഹിയർ ടുമാറോ. അവൻ നാളെ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഉടനടി A പറയാണ്, ഞാൻ വിചാരിച്ചത് അവൻ നാളെ ഇങ്ങോട്ട് വരുന്ന. ഓക്കെ, ഈ സിറ്റുവേഷനിൽ എന്ത് പറയാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ സിറ്റുവേഷനിൽ നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്, ഐ തോട്ട് ഹി വുഡ് കം ഹിയർ ടുമാറോ. ഞാൻ വിചാരിച്ചത് അവൻ നാളെ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ വില്ലിന് പകരം വുഡ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം പാസ്റ്റ് സെക്ഷനാണിത്. ഞാൻ വിചാരിച്ചിരുന്നത്, ഇപ്പോഴത്തെ വിചാരമല്ല, ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പാസ്റ്റ് ഇഫക്റ്റ് വരുന്നതുകൊണ്ട് വില്ലിന് പകരം നമ്മൾ വുഡ് ഉപയോഗിക്കണം. അപ്പോൾ വുഡ് എങ്ങനെ ഉപയോഗിക്കാം എന്ന വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വുഡിൻ്റെ അപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ നോക്കണം. 12ഓളം സിറ്റുവേഷൻസിൽ എങ്ങനെ വുഡ് ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നും കൂടിയും നമ്മൾ ഈ സംഭാഷണം പറയാണ്. A-B-A സംഭാഷണമാണ്. ഇസ് ടോം കമ്മിങ് ഹിയർ ടുമാറോ? നോ, ഹി ഈസ് നോട്ട് കമ്മിങ് ഹിയർ ടുമാറോ. ഐ തോട്ട് ഹി വുഡ് കം ഹിയർ ടുമാറോ. ഞാൻ വിചാരിച്ചത് അവൻ നാളെ കൊണ്ട് വരുന്ന. ഐ തോട്ട് ഹി വുഡ് കം ഹിയർ ടുമാറോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു 5 ഫ്രണ്ട്സിനെങ്കിലും നമ്മളത് ഫോർവേഡ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ 2 വീഡിയോസിൽ ഏതെങ്കിലും ഒന്ന് വാച്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.